Thank you so much for joining us here this wonderful evening. ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സായാഹ്നത്തിലേക്കാണ് നമ്മൾ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. We are all here to be part of a momentous occasion. Ladies and gentlemen, welcoming all of you to the grand launch of Legend Stars India Tour 2026. A spectacular event that is going to bring some of the biggest names in world football to Kerala. നമ്മൾ എല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഇന്റർനാഷണൽ താരങ്ങൾ കേരളത്തിലേക്ക് എത്തുകയാണ്. Isn't that exciting? Yes? If yes, can I hear a big round of applause? നല്ലൊരു കൈയ്യോടെ നമുക്ക് ആരംഭിക്കാം. Come on. Let me hear the spirit of football. Big round of applause everyone. Super. അപ്പോൾ ഈ ഒരു എനർജിയോടെ നമുക്ക് ആരംഭിക്കാം. നമ്മൾ മലയാളികൾക്ക് ഫുട്ബോൾ എന്ന് പറയുന്നത് വെറും ഒരു ഗെയിമല്ല, ഒരു ആവേശമാണ്, അല്ലേ? പാടത്തും പറമ്പിലും ഒക്കെ ഫുട്ബോൾ കളിച്ചു നടന്ന ഒരുപാട് പേര് ഇവിടെ ഇരിപ്പുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ കല്ലൂർ സ്റ്റേഡിയത്തിലൊക്കെ ഒരു ഫുട്ബോൾ മാച്ച് നടക്കുമ്പോൾ ഒരു വലിയ ജനസാഗരം തന്നെയാണ് കാണാൻ എത്തുന്നത്. അപ്പൊ ഫുട്ബോളിനെ ഇത്രയും അധികം ഇഷ്ടപ്പെടുന്ന നമ്മൾ മലയാളികൾക്ക് ഇനി അങ്ങോട്ട് ഫുട്ബോൾ ആഘോഷമാണ്. On September 26th at our own Jawaharlal Nehru Stadium, Kochi, Kerala will witness an unforgettable match between Brazil legends and Indian legends. When we say Brazil legends, we are talking about the biggest names who shaped the history of Brazil football. മറുവശത്ത് ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരങ്ങളാണ്. I assure you it is going to be an unforgettable experience for all football lovers. So this is an evening where we celebrate football in the most spectacular way. ഫുട്ബോൾ ഏറ്റവും മനോഹരമായി ആഘോഷിക്കുന്ന ഒരു ദിവസമാണിത്. അപ്പൊ ഇങ്ങനെ ഒരു ദിവസം ഇവിടെ സ്റ്റേജിൽ എന്റെ കൂടെ ഫുട്ബോൾ ആയിട്ട് കണക്ഷൻ ഉള്ള ഒരാള് വേണ്ടേ? വേണോ? യെസ്, ഡെഫിനറ്റ്ലി. ആൻഡ് താങ്ക്ഫുള്ളി ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് നല്ല ഫുട്ബോൾ താരങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളി ഫുട്ബോൾ പ്ലെയർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് പേരുകൾ വരും. എന്നാൽ മലയാളം ഫുട്ബോൾ കമന്ററി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരേ ഒരു പേരാണ്. The name that has become synonymous with Malayalam football commentary. Ladies and gentlemen, please join me in welcoming my co-anchor, the one and only king of commentary, Shaiju Damodaran. മനോഹരമായ നിറമാണ്. എന്തെന്നാൽ അതിന് സൂര്യന്റെ നിറമാണ്. ഇവിടെ സൂര്യൻ, നെയ്മർ എന്ന സൂര്യൻ, ഒരു നെയ്മർ ബ്രില്യൻ. Ladies and gentlemen, here we have him with us, the one and only Shaiju Damodaran. Thank you, Sandra, and thank you everyone. A very good evening. കേരളം ഫുട്ബോൾ നമ്മുടെ കൊച്ചിയിലെ നെഹ്റു സ്റ്റേഡിയം കാണാൻ പോകുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള you are going to witness one of the most awesome football evenings അടുത്ത സെപ്റ്റംബറിൽ 26-ാം തീയതി I think proposed date. ഭയങ്കരമായിട്ടുള്ള ഒരു മഹാസംഭവം. നമ്മുടെ സ്വപ്നങ്ങളിലും നമ്മുടെ ചിന്തകളിലും മാത്രം നിറഞ്ഞു നിന്നിരുന്ന നമ്മുടെ ബ്രസീലിയൻ ലെജൻഡ്സ് will play against Indian legends. What a moment it will be. So അതിഗംഭീരമായ ഇന്ത്യൻ ലെജൻഡ്സ് വേഴ്സസ് ബ്രസീൽ ലെജൻഡ്സ്. ലെജൻഡ്സിന്റെ ഇന്ത്യ ലെജൻഡ് സ്റ്റാർ ഇന്ത്യ ടൂർ 2026ന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. Of course, it's my proud privilege to share this stage with Sandra, of course. So നിങ്ങളെ ഒരിക്കൽ കൂടി ഒഫീഷ്യലായിട്ട് നിങ്ങളെ ഔപചാരികമായി സ്വാഗതം ചെയ്യാനുള്ള ആളുകൾ, ഇതിന്റെ പ്രധാനപ്പെട്ട ഇതിന്റെ നട്ടല്ലായിട്ടുള്ള ഇതിന്റെ നെടുംതൂണുകളായിട്ടുള്ള ആളുകളൊക്കെ പുറകെ വരുന്നുണ്ട്. ആൻഡ് ബിഫോർ വി ഗെറ്റ് ഗോയിങ്, ആ ഒരു ബോൾ ആദ്യം ആരെങ്കിലും തട്ടണ്ടേ, എന്നാലല്ലേ പന്തളി തുടങ്ങാം. അതുകൊണ്ട് ടു കീപ് ദ ബോൾ റോളിംഗ്, നമുക്ക് ബ്രസീലിനെ കുറിച്ച് അറിയാം. 2002 വേൾഡ് കപ്പ് നമുക്ക് എത്ര പേർക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ സുശാന്തൊക്കെ ഇങ്ങനെ വളരെ താല്പര്യത്തോടെ നോക്കുകയാണ്. ഐ ക്യാൻ സീ സുശാന്തിനെ കാണാം, വിനീതിനെ കാണാം, യെസ്, ഷാജി, ആയിസൻ, അജയ്, നാസിഫ്, എല്ലാവരെയും കാണാം, ഷറഫുക്കെ കാണാം, എവരിബഡി, മുരുകേഷ് സാർ, ചാക്കോ സാർ, ആൻഡ് ജിജു, മൈ co-commentator, sitting with another co-commentator, ഫിറോസ് ഷെരീഫ്, എല്ലാവരെയും കാണാം. സോ ഇവരുടെ എല്ലാവർക്കും ഇപ്പൊ ഈ എല്ലാവർക്കും 2002 വേൾഡ് കപ്പിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേക ആവേശമാണ്. വൈ? ബിക്കോസ് ബ്രസീല് ഇതിനു മുൻപ് ലോക റെക്കോർഡ് സ്ഥാപിച്ച വേൾഡ് കപ്പാണ്. ബിക്കോസ് ദേ വൺ ഇറ്റ് ഫോർ ദ റെക്കോർഡ് 5th ടൈം.
2002 ബ്രസീൽ 5ാം തവണ വേൾഡ് കപ്പ് ജയിച്ചത്. ആ 5 എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യയിലേക്ക് ഒന്ന് തൊടാൻ ഇതേവരെ മറ്റൊരു രാജ്യത്തിലെ ടീമുകൾക്ക് കഴിഞ്ഞിട്ടില്ല. സോ 2002 ശേഷം ബ്രസീൽ പിന്നീട് 2006, 2010, 2014, 2018 ആൻഡ് ഖത്തറിൻ 2022 അവിടെ ഒന്നും നമ്മൾ ബ്രസീലിനെ കണ്ടില്ല. ഇനി അടുത്ത വേൾഡ് കപ്പ് USA, മെക്സിക്കോ, കാനഡ ഒരു മാസത്തിനപ്പുറം നടക്കാൻ പോവുകയാണ്. ബ്രസീൽ 6ാം തവണയും for the record 6th time ബ്രസീലിന്റെ വരവിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. അന്ന് 2002 ജപ്പാൻ കൊറിയ വേൾഡ് കപ്പിൽ ആരൊക്കെയാണ് കളിച്ചത്? കഫു ക്യാപ്റ്റൻ, റൊണാൾഡോ, റൊണാൾഡീഞ്ഞോ, റിവാൾഡോ, റോബർട്ടോ കാർലോസ്, ഗിൽബർട്ടോ സിൽവ, ലൂസിയോ, ജുനീഞ്ഞോ, അങ്ങനെ ബ്രസീലിന്റെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് എവർ ആരായിരുന്നു ടോപ്പ് സ്കോറർ? റൊണാൾഡോ വിൻ ദ ഗോൾഡൻ ബൂട്ട് ഇൻ ജപ്പാൻ കൊറിയ വേൾഡ് കപ്പ്. അങ്ങനെ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവേശഭരിതമായ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന അവരുടെ ഏറ്റവും നിലവിൽ ബ്രസീലിന്റെ ഏറ്റവും അവസാനത്തെ വേൾഡ് കപ്പ് വിജയമാണ് 2002 യോക്കോഹാമ നൈറ്റ്, that final against Germany which Brazil won 2-0. റൊണാൾഡോയുടെ 2 ഗോളുകളിൽ, റൊണാൾഡോ എന്ന് പറയുമ്പോൾ നമ്മുടെ റൊണാൾഡോ അല്ല, ഒട്ടത്തലയൻ റൊണാൾഡോ, ആ റൊണാൾഡോയുടെ 2 ഗോളുകളിൽ ബ്രസീൽ ജയിച്ച ലാസ്റ്റ് വേൾഡ് കപ്പ്. സോ ആ വേൾഡ് കപ്പിൽ കളിച്ച താരങ്ങൾ ഇതൊക്കെ നമുക്ക് സ്വപ്നമാണ്, നുള്ളി നോക്കേണ്ടി വരും. അടുത്ത സെപ്റ്റംബറിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാവരും സ്റ്റാർട്ടിംഗ് ഫ്രം ദ ക്യാപ്റ്റൻ ഹിംസെൽഫ്, കഫു, റൊണാൾഡോ, റൊണാൾഡീഞ്ഞോ, റിവാൾഡോ, ഗിൽബർട്ടോ സിൽവ, ലൂസിയോ, the band which will be the legends, Indian legends versus the Brazil legends match in Kochi on 26th September 2026. Thank you so much, Ashita, for bringing up our energy levels. സോ ഞങ്ങൾ രണ്ടുപേരും നിങ്ങളെ സ്വാഗതം ചെയ്തെന്ന് അറിയാം. എന്നിരുന്നാലും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ കുറച്ചും കൂടി പേഴ്സണൽ ആയിട്ടുള്ള ഒരു സ്വാഗതം അർഹിക്കുന്നുണ്ട്. ആൻഡ് we've got just the right person for that. Like we mentioned earlier, Legend Stars India Tour 2026 is brought to us by A2Z Logistics and their offshoot brand Camel. A2Z is one of India's rapidly growing logistics providers, known for its innovative and reliable logistics solutions. With operations across India and a strong global network of dependable partners, A2Z has earned the trust of leading organizations. Now, to formally welcome all of us, I would like to invite on stage with a lot of respect the founder and CEO of A2Z Logistics, Mr. Ramesh Sabapathy. Welcome, sir. Welcoming Mr. Ramesh Sabapathy. Good evening, ladies and gentlemen. This is a great occasion for me to really have a great opportunity to interact with you people. And we have been a very strong logistics company in India. And in fact, now I'm the 3rd generation in my family to run this company. Our love for sport is quite a lot because I myself was a cricketer, played for Tamil Nadu. And this is a sport where I feel all of them are involved, and especially in Kerala, it has been really well received. And our company has got a lot of CSR initiatives, as well as we promote a lot of sporting activities in Tamil Nadu. And now we are slowly spreading our wings into Kerala, where we feel there is a lot of potential to be developed. And in fact, we own a club also which plays in the I-League. And in this season, we have done really well, and we like to see much more success. And it's a great pleasure, and I invite all of you for this excellent press meet and launch for the September 26th. Thank you. Thank you so much, sir, for the very warm welcome. So this historic event is a brainchild of Camel World Sports Entertainment Private Limited, an offshoot of the A2Z Group. Camel was started with one ambitious vision to redefine sports and entertainment in India through immersive and unforgettable experiences. And in a very short period of time, they have already emerged as one of the most powerful forces in the industry. Their landmark event was the historic Brazil Legends India Tour in Chennai last year, an absolute celebration of football, and the event turned out to be a grand success. But for Camel, that was just the beginning of another chapter.
They're now building an entire sports and entertainment ecosystem. Out of their passion for developing football in India, they have officially acquired the prestigious Sporting Club of Bangalore, SCB. They've also made a strong mark in television and entertainment production. After the success of the innovation reality show Pitch It On, they are now preparing for something absolutely groundbreaking, a never-before kind of a reality show, Big Picture, which is all about making India's first pan-Indian movie featuring entirely newcomer actors. And what makes it even more revolutionary is the fact that these newcomer actors will be selected through the reality show directly by the public. And how refreshing is that, right? നമ്മളെല്ലാവരും നെപ്പോട്ടിസത്തെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കഴിവുള്ള സാധാരണക്കാരായ വ്യക്തികൾക്ക് സിനിമയിൽ അഭിനയിക്കാനായിട്ടുള്ള നല്ലൊരു അവസരമാണ് ബിഗ് പിക്ചറിലൂടെ ലഭിക്കുന്നത്. Now, to help us understand more about A to Z and Gammon, let's take a look at a video. Journey continues. Now, to speak a few words, I would like to invite on stage the visionary leader guiding Gammon from the front. Please join me in welcoming on stage the COO of Gammon World Sports Entertainment Private Limited, Mr. Rajesh Anandan, lovingly called as RAV by all of us. നല്ലൊരു കൈയ്യടി നൽകി തന്നെ അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Hearty welcome to you, sir. Welcoming Shri RAV. Thanks a lot for giving me such a rousing reception, and he's unstoppable. That's superb. I love it here. So what I see right now is really superb, engaging and heartwarming. Just to say a few words about Gammon. A to Z is the parent company, and Gammon was started with the sole aim of providing arts, sports and entertainment to the common man. So I think she has given you a few words about what our next project is going to be, which is called Big Picture. Let's come back to that later. But right now, the onus here is on football, and I know Kerala is, totally into football, and that's the reason why we are here. Last year, when we had the same thing in Chennai edition, it was a sold-out crowd. We had a massive response, and I know this is going to be much, much, much more than that. I take this opportunity in inviting all the people here, the press, the distinguished guests, and Mr. Ricardo and Galvio, who will be here for the entire season, the September edition season. So that's what we're looking forward to. And thanks a lot. Thanks everyone once again for being here. It's kudos to everyone who's organized this. My team here, my Kerala, my friends from Kerala, and my entire production team who's going to take part in sculpting this whole event. So I'm looking forward, as you guys are also looking forward to this superb show, which is going to unfold sometime in September, and the date right now is on 26th. So thanks once and again for all of you for being here and to grace this occasion. Thanks a lot. Thank you. Thanks a lot. Thank you so much, sir. So 26th September നടക്കാൻ പോകുന്ന ഒരു ഫുട്ബോൾ മാമാങ്കത്തെ കുറിച്ച് സർ സംസാരിച്ചു. Now let's take a look at a small video giving us a glimpse about what is going to happen. Eyes on the screen. Our own Kerala, wonderful. ഇനി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്കാണ് കിടക്കുന്നത്. നേരത്തെ ഷൈജു ചേട്ടൻ പറഞ്ഞ ആ 2002 വേൾഡ് കപ്പിന്റെ കുറച്ച് ദൃശ്യങ്ങൾ നമുക്ക് കാണാം. Glimpses from the 2002 World Cup, which was won by Team Brazil. Here we go. So Brazil, Germany, World Cup final, free kick for Brazil. Ronaldinho തയ്യാറെടുക്കുന്നു ആ ഫ്രീ കിക്കിന് വേണ്ടി. ലോകം കാത്തിരിക്കുകയാണ്. കഫുവിന്റെ നേതൃത്വത്തിൽ ബ്രസീൽ നിലവിലുമായി നല്ലൊരു ഷോട്ട്. റൊണാൾഡോ ബ്രസീൽ 69-ാം മിനിറ്റിൽ റൊണാൾഡോയുടെ ഗോളിലൂടെ ബ്രസീൽ ഡെഡ്ലോക്ക് പൊളിക്കുന്നു. ബ്രസീൽ touched the net. Brazil won. Germany nil. Ronaldo and now Cleverson. Demi Ronaldo. Ronaldo 79-ാം മിനിറ്റിൽ it is Brazil 2 Germany nil. ബ്രസീൽ ലോകകപ്പ് നേടാൻ പോകുന്നു. റൊണാൾഡോ ഗോൾഡൻ ബൂട്ട്
What an energy! So, ladies and gentlemen, idu verum sample matram. The real football extravaganza will be happening on September 26th in Kochi. So now we are moving on to the lamp lighting ceremony. ഏതൊരു നല്ല കാര്യം തുടങ്ങുന്നതിന് മുന്നേ നിലവിളക്ക് തെളിയിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. So let's mark the official beginning, the official launch of Legend Stars India Tour 2026 by lighting the ceremonial lamp. To be a part of these moments, I would like to invite on stage with a lot of respect the founder and CEO of A to Z Logistics, Mr. Ramesh Sabapathy. Sir, please. Along with him, also inviting on stage the CEO of Gammon Sports, Mr. Rajesh Ananthan, RMV. Also inviting on stage with lots of love and respect our players from the Brazil team. നല്ലൊരു കൈയ്യടി നൽകി നമുക്ക് ഇവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Please put your hands together for the players Ricardo and Marcelo Galvão. Along with the dignitaries, with a great round of applause, let's welcome Ricardo and Galvão, the two Brazilian legends. Inviting on stage to be a part of the lamp lighting ceremony, Mr. Sharaf Ali, one of our biggest supporters. One Indian international, one Indian captain, one Malabar Special Police Commandant and one Kerala Rapid Action Force Commandant. Respected Sri U. Sharaf Ali, India International ex-captain and Kerala Motor Sports Council President. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു Mr. Deepak Kalyan, Executive Director, Chartering Projects, A to Z Logistics India, and Mr. Govind Rajan, Executive Director, Supply Chain Distribution of Summer Global Logistics. അടുത്തതായി വേദിയിലേക്ക് നിലവിളക്ക് തെളിയിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു Mr. C.K. Vinay, the former Indian team captain. സ്വാഗതം ചെയ്യുന്നു മറ്റൊരു Indian international, the man who made Kerala Blasters pride for so many years. Check it out, Kinake Vitil Vinith, Elias C.K. Vinith on the stage please. India International, ex-Kerala Blasters, ex-Bengaluru FC. Hearty welcome to all the dignitaries on stage. We request all of you to jointly light the ceremonial lamp and give us a wonderful beginning. വേദിയിലെ വിശിഷ്ട വ്യക്തികൾ എല്ലാവരും ചേർന്ന് please move towards the lamp, light the lamp and give us a wonderful beginning. Here we are marking the official launch of Legend Stars India Tour 2026. മനസ്സിൽ പ്രാർത്ഥനയോടെ നല്ലൊരു കൈയ്യടി നൽകി നമുക്ക് എല്ലാവർക്കും ഈ ദൃശ്യങ്ങളുടെ ഭാഗമാവാം. Requesting all of you to kindly remain on stage for a few minutes. We are now moving on to something very special. I would like to request our players from Brazil to present the team jersey to Ramesh sir and RAV sir as a symbol of our partnership. I request the team jerseys to be brought. So Ricardo and Marcelo will be presenting the team jersey to RAV sir and Ramesh sir. Ramesh sir and RAV sir, please step forward. Please take the center stage. Center stage like vandu nilkana request cheyana. Please take the center stage. Few steps forward. Let everyone see the jersey. Yes. So like all of us can see, this is a jersey signed by the Brazilian players, and here we have our players Ricardo and Galvão handing over the jersey to RAV sir and Ramesh sir. Here we go. Ladies and gentlemen, nallore kaiyadi avam.
2002 വേൾഡ് കപ്പ് വിന്നിംഗ് ടീമിലെ എല്ലാ ബ്രസീലിയൻ ലെജൻഡ്സും സൈൻ ചെയ്ത ജേഴ്സീസ് ആണ് റിക്കാർഡോ ആൻഡ് കാൽവാവോ ചേർന്ന് ശ്രീ ആരവിക്കും ശ്രീ രമേശ് അവർക്കും കൈമാറുന്നു. കേരളത്തിന്റെ ഏറ്റവും വലിയ സ്നേഹോപകാരമായ നെറ്റിപ്പട്ടം, നല്ല ഗോൾഡൻ നെറ്റിപ്പട്ടം റിക്കാർഡോയ്ക്കും കാൽവായ്ക്കും കൈമാറുന്നു ശ്രീ ഷറഫ് അലി. രണ്ട് ബ്രസീലിയൻ ഫുട്ബോൾ കൊമ്പന്മാർക്ക് രണ്ട് നല്ല നെറ്റിപ്പട്ടങ്ങൾ.
I would like to hand over the mic to our beloved players from Brazil, Marcelo and Ricardo. How do you feel being here in Kerala, all set for the Legends Tour, seeing this energy of Kerala? How do you feel? We're very excited to be here. We want to thank you for the hospitality. It's been fantastic. Thank you, Ramesh and his team for the hospitality. We're excited about the game and about promoting the sport and soccer here. And we hope that we can have a very successful event, not only to the stars, to the players, but to the people and to the youth, to the kids. Alright, we are also very, very excited and looking forward to the event. So once again, a big thank you to all of you for bringing this to Kerala. Thank you. We would be very happy if you could also speak a few words. Please. Okay, my English is not good, okay? That's why I need to translate. Eu estou muito feliz em estar com vocês aqui pela quarta ou quinta vez na Índia. I'm very happy to be here with you for the 4th, 5th time here in India. E agora ainda mais feliz e ansioso por tudo que vai acontecer aqui em Kerala. And I'm even happier and very anxious for everything that's going to happen here in Kerala. E eu espero que esse tempo passe rápido para a gente se encontrar de novo aqui e participar de uma grande festa dentro do estádio. And I hope the time flies by so we can meet again in September in the stadium. Yes, we are also eagerly waiting to see you again in September. Till then, let's all keep alive the spirit of football. Thank you so much, dignitaries. Gracias, Ricardo, and gracias. Now, to speak a few words, I would like to invite on stage an exceptional individual, former international footballer and senior football coach, Mr. Victor Manila. വിക്ടർ മഞ്ഞില സാറിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിക്കുന്നതിനായി ശ്രീ വിക്ടർ മഞ്ഞില. എല്ലാവർക്കും നമസ്കാരം. തീർച്ചയായിട്ടും ആദ്യം തന്നെ ഈ ഇങ്ങനൊരു മത്സരം, പ്രദർശന മത്സരം ഇവിടെ നടത്താൻ ഇതിന് മുതിരുന്ന സ്പോൺസേഴ്സിനെ ആദ്യമായി ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു കേരള ഫുട്ബോളിന് ഒരു വലിയൊരു അത്ഭുത കാഴ്ച തന്നെയായിരിക്കും ഇന്നത്തെ മത്സരം. പഴയ കളിക്കാരാണെങ്കിലും തന്നെ എല്ലാവരെയും കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്ന ഇതിൻ്റെ സംഘാടകരെ ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ എല്ലാ ഇന്റർനാഷണൽ കളിക്കാരെയും കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഇവിടെ ഞങ്ങൾ കണ്ടുമുട്ടാനും വീണ്ടും പരിചയം പുതുക്കാനും അവരെ ആദരിക്കാനും ചെയ്ത ഈ സന്ദർഭത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. ഈ ടൂർണമെന്റിന്, ഈ മത്സരത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീ വിക്ടർ മഞ്ഞില. അടുത്തായി 2 വാക്ക് ആശംസകൾ നേരുന്നതിനായി സി കെ വിനീതിനെ ക്ഷണിക്കുകയാണ്. വെൽക്കമിങ് സി കെ വിനീത് ഓൺ ദി സ്റ്റേജ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ഈ ഒരു വലിയ ഫംഗ്ഷന്. വലിയ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് 14 വയസ്സുള്ളപ്പോഴാണ് ബ്രസീൽ കപ്പടിച്ചത്. അതായത് ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയം. അന്ന് ടി വിയിൽ കണ്ടിരുന്ന ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുന്നിൽ കൊണ്ട് കാണിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. ഞങ്ങളുടെ തലമുറ മേ ബി എല്ലാവരും റാഫി ചടക്കൂല അല്ലെങ്കിൽ എൻ്റെ കൂടെ കളിച്ചിട്ടുള്ള, കളി ഇഷ്ടപ്പെടുന്ന, കളി കാണുന്ന എല്ലാ ആൾക്കാർക്കും ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കും ഈ പറയുന്ന പോലെ ഇതുപോലുള്ള പ്ലേയേഴ്സിനെ കാണുക, അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കുക എന്നുള്ളത്. സോ അവരിവിടെ കൊണ്ടുവരുന്നതിന്, അവരുടെ ഞങ്ങളുടെ മുന്നിൽ കളിപ്പിക്കുന്നതിന് ആദ്യം തന്നെ നന്ദി. പിന്നെ എല്ലാവിധ ആശംസകളും. ഇഷ്ടംപോലെ സീനിയർ പ്ലേയേഴ്സിൻ്റെ ഇവിടെ. പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്നെ കളി പഠിപ്പിച്ച ആൾക്കാരുണ്ട്, എനിക്ക് കളി പറഞ്ഞു തന്ന ആൾക്കാരുണ്ട്, എന്നെ ഉപദേശിച്ച ആൾക്കാരുണ്ട്, കുറേ പണി തന്ന ആൾക്കാരുണ്ട്. പണി തന്നതെന്ന് ചോദിച്ചാൽ എന്നെ കോച്ച് ചെയ്ത ആൾക്കാരാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അവർക്കൊരു പണി കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ. എണീച്ച് എല്ലാവരും പോയി 10 റൗണ്ട് ഓടിയിട്ട് വന്നോ, നല്ല പണി വരുന്നുണ്ട്. നിങ്ങളൊക്കെ ആരും ഫിറ്റ് അല്ലാന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിക്കൊക്കെ ചെറുപ്രായത്തിൽ നല്ലോണം ഓടിച്ചിട്ടുണ്ട്. നിങ്ങൾ തോറ്റിട്ട് വന്നാൽ സത്യം പറയാലോ വിവരം അറിയുന്നില്ല. റെഡിയല്ലേ? ആരും റെഡിയല്ല, ആരും മിണ്ടുന്നില്ലല്ലോ. ഇത് പഴയ ഞങ്ങളെ പോലെ എന്നെ പേടിക്കേണ്ട കാര്യമില്ല, ധൈര്യമായിട്ട് പറഞ്ഞു. നിങ്ങൾ ലെജൻസ് ആരും ഒന്നും മിണ്ടുന്നില്ല. നിങ്ങൾ റെഡിയല്ലേ? റെഡിയല്ല? ഞാൻ റെഡി ആട്ടോ 10 റൗണ്ട് ഓടാ നിങ്ങളോട്.
നിങ്ങൾ ഫിറ്റാണെന്ന് അറിയാം, ഭക്ഷണം കഴിക്കൂല, ഒന്നും ചെയ്യില്ല. അപ്പൊ സെപ്റ്റംബർ 8 നിങ്ങൾ ജയിക്കുന്നതാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അവരെ എന്താ പറയുക, വേൾഡ് കപ്പ് അടിച്ച ടീമിനെ ഞങ്ങളുടെ ടീം അല്ലെങ്കിൽ നമ്മളെ ആൾക്കാരെ തോൽപ്പിക്കുന്നത് കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സോ നിങ്ങൾ എല്ലാവരും അതിന് റെഡി ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന്റെ അതിന്റെ കൂടെ ബിഫോർ ഐ ലീവ് ഐ ഹാവ് എ മെസ്സേജ് ടു ദ Brazilian players. Like as I told you, you won the World Cup in 2002. That's when I was 14 years old. And it's high time for you to win the World Cup again, because we Brazil fans need to hold our heads high in front of the Argentinian fans in Kerala. So please win it for us this time. We are all rooting for you. So all the best for the World Cup, and please take Neymar in your team too. Okay. I'm just being a selector for you, right? So എല്ലാവരും thanks for inviting, and ഈ കളിക്ക് അടുത്ത സെപ്റ്റംബറിൽ വരാൻ പോകുന്ന കളിക്ക് എല്ലാവരും ആശംസകൾ നേരുന്നു. All the wishes. Thank you. Thank you, CK. ഇപ്പൊ വിനീത് പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് പറഞ്ഞ് തള്ളി ജയിപ്പിക്കാൻ പറ്റും, പക്ഷെ കളിച്ച് നിങ്ങൾ തന്നെ ജയിക്കണം കേട്ടോ. നമ്മളെ കൊണ്ട് തള്ളി ജയിപ്പിക്കാം അത് പറ്റും, ഈസിയാണ് നമ്മൾ മലയാളികളെ കൊണ്ട്, പക്ഷെ കളിച്ച് നിങ്ങൾ തന്നെ ജയിക്കണം. വെൽക്കമിങ് യു ഷറഫ് അലി ഓൺ ടു ദ സ്റ്റേജ് പ്ലീസ്. വ്യക്തിത്വങ്ങളെ, ബ്രസീലിൽ നിന്നുള്ള എത്തിച്ചേർന്നുള്ള പ്രമുഖ ഫുട്ബോൾ താരങ്ങളെ, ഇവിടെ എത്തിച്ചേർന്നുള്ള ഇന്ത്യൻ താരങ്ങളെ, ക്ഷണിക്കപ്പെട്ട അതിഥികളെ, ഗാമൻ സ്പോർട്സ് ഇന്റർനാഷണൽസ് ഭാരവാഹികളെ, വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്ന ചടങ്ങാണ്. കേരളത്തിൻ്റെ ഫുട്ബോൾ താരങ്ങളെ, ഫുട്ബോൾ പ്രേമികളുടെ ആവേശം കണക്കിലെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഫുട്ബോൾ മേള സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന ഗാമൻ സ്പോർട്സിന് എല്ലാവിധ അഭിനന്ദനവും അർപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും മെട്രോ സാർ സൂചിപ്പിച്ച പോലെ കേരളത്തിൻ്റെ ഫുട്ബോൾ മേഖലക്ക് ഒന്നും കൂടെ മെച്ചപ്പെട്ട പ്രോത്സാഹനം, പരിപോഷണം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മത്സരമാണ്. നമ്മളൊക്കെ അർജന്റീന ടീമിൻ്റെ ഒരു കളി പ്രതീക്ഷിച്ചിരുന്ന ആളുകളാണ്. നിർഭാഗ്യം കൊണ്ട് അത് മിസ്സായ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് തീർച്ചയായിട്ടും വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ് ഗാമൻ സ്പോർട്സ് ഇവിടെ സംഘടിപ്പിച്ചത്. ബ്രസീൽ താരങ്ങളുമായിട്ട് ഇന്ത്യൻ താരങ്ങൾ മാറ്റുവെക്കാനും അവരുടെ ഫുട്ബോൾ വൈഭവം കണ്ട് മനസ്സിലാക്കാനും ഫുട്ബോൾ ആവേശം മനസ്സിലാക്കാനും ഫുട്ബോൾ പ്രേമികൾക്ക് ഏറെ ആവേശം നൽകുന്ന മത്സരത്തിന് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നൽകുന്നു. ഒപ്പം തന്നെ ഇത് സംഘടിപ്പിക്കുന്ന ഗാമൻ സ്പോർട്സ് ഇന്റർനാഷണൽസിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Sri Sharaf Ali. And I think now in your final whistle time for the function. It is done, yes. So with that, we have come towards the end of the official launch of Legend Stars India Tour 2026. ഇന്നത്തെ ഒരു ചടങ്ങ് ഇത്ര നല്ല രീതിയിൽ നടത്താൻ സാധിച്ചത് തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരുടെയും സാന്നിധ്യവും അതേപോലെ സഹകരണമാണ്. So once again, on behalf of A to Z and Gammon, I would like to thank all of you for gracing us with your presence here today. And of course, a big thank you to Gammon and A to Z on behalf of all the football lovers for giving us this grand celebration of football in Kerala. Of course, അതിന്റെ പേരിന് മുന്നേ ഒരാളോടും കൂടി നന്ദി പറയണം. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ഷൈജു ചേട്ടൻ. എത്ര സ്നേഹത്തോടെ, എത്ര മനോഹരമായ, എത്ര എനർജിയോടെയാണ് ഓരോ പ്ലേയേഴ്സിനെ സ്വാഗതം ചെയ്തത്. അതുകൊണ്ട് തന്നെ വലിയൊരു കൈയ്യടി നൽകി നമ്മുടെ എല്ലാവരുടെയും സ്നേഹം ഷൈജു ചേട്ടനെ അറിയിക്കാൻ പോരട്ടെ. Yes, thank you once again, Shaitu Cheta, for keeping our energy level high throughout the event. So, ladies and gentlemen, date Marketa, September 26th. We're looking forward to seeing all of you at the match as well. If you have a dinner, please do join us for the dinner.